അസോസിയേഷൻകാർക്ക് നമ്മുടെ കുടുംബത്തോട് വല്ല വൈരാഗ്യമുണ്ടോ മുത്തശ്ശി? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് അവര് കയറി വരുന്നുണ്ടല്ലോ, അച്ഛനെ ചോദ്യം ചെയ്യാനും നാണം കെടുത്താനൊക്കെ ആയിട്ട്. കണിമംഗലത്തുകാരെ കാണുമ്പോ തൊഴുതു നിൽക്കുന്നവരും വിശേഷം അന്വേഷിക്കുന്നവരും ഒക്കെ നമ്മുടെ ഇഷ്ടമുള്ളവരാണെന്നുള്ള ധാരണ വേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായൊരു പ്രശ്നമല്ലല്ലോ കൈ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, പട്ടിണിയാണെന്നും കൊല്ലാക്കൊല ചെയ്യുകയാണെന്നും രണ്ടു പെണ്ണുങ്ങൾ വിളിച്ചു പറയുമ്പോ ചോദിക്കാൻ ഇറങ്ങുന്നവർക്ക് രക്ഷകരുടെ പരിവേഷം ഉണ്ടല്ലോ. ആരെന്ത് വേഷം കെട്ടിയാലും അവരുടെ ഒക്കെ മുമ്പിൽ തലവനിച്ചിരിക്കുന്ന അച്ഛനാ. എനിക്കത് സഹിച്ചിരിക്കാൻ പറ്റത്തില്ല മുത്തശ്ശി. ഞാൻ മൂലം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റുകൊണ്ടിരിക്കുക. അച്ഛന്റെ തല കുനിയുമ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ അഭിമാനം താഴെ പോകുന്നത്. മുത്തശ്ശിയോടും പ്രിയങ്കയോടും ഇനി ഒന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഏതെങ്കിലും കാര്യം നമുക്ക് നാണക്കേടാണെന്ന് അവർക്ക് മനസ്സിലായാൽ പിന്നെ അത് മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. മുത്തശ്ശി, ഇന്ന് അച്ഛൻ അവരുടെ മുമ്പിൽ ഇരുന്ന് ഉരുകി തീർന്നതിന് എനിക്ക് പകരം ചോദിച്ചേ പറ്റൂ. പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും ചേർന്ന് നമ്മളെ മാത്രമല്ല അറിയാവുന്ന മുഴുവൻ പേരെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. ബുദ്ധിക്ക് ഒരു കുഴപ്പവും ഇല്ലാത്തവള് ബുദ്ധിസ്ഥിരത ഇല്ലാത്തവളെ പോലെ പെരുമാറുകയാണ്. ഇത്രയും നാള് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അതിൽ ഒരു സത്യവും ഇല്ലാന്ന് ബോധ്യപ്പെടണം. അവരോട് ഏത് രീതി പകരം ചോദിച്ചാലും ദൈവത്തിന്റെ മുമ്പില് അതൊരു തെറ്റാവില്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മുത്തശ്ശി? ഉണ്ട്. എന്തായാലും ഇപ്പൊ അസോസിയേഷൻകാര് വന്നപ്പോഴും അവളുടെ ബുദ്ധി നേരെയല്ലാന്നല്ലേ സുകുമാരി പറഞ്ഞത്. ആ വഴി തന്നെ നമുക്ക് നോക്കാം.